പോഡ്കാസ്റ്റ്. തുടക്കത്തിൽ രാജു സാർ പറഞ്ഞിരുന്നു ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഹിറ്റായി നിൽക്കുന്ന ടൈമാണ് ഫിൽംസ് ആർ ഫോർ യങ്സ്റ്റേഴ്സ് എന്ന്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടൈം ഫോർ മീ ടു വെൽക്കം ദ യങ് ആക്ടേഴ്സ് ഓഫ് എ ഫിലിം ഓൺ സ്റ്റേജ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ദ വണ്ടർഫുൾ ആക്ട്രസ് ഹു ഹാവ് ജോയിൻഡ് us here today. I think she is quite busy at the moment. Gopika, yes. We welcome you on stage. നല്ലൊരു കൈയ്യടി നൽകി തന്നെ ഗോപികയെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Hi, good evening. My hands are not free, or else I could give a shake hand to you. So yes, you can use this mic. Hello. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. ഐ തിങ്ക് ഞാനിപ്പം സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. അതിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്സിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. സോ ഐ കുറച്ച് നെർവസ്. ബട്ട് എനിവേസ്, ഐഡൻറ്റിറ്റി ജേർണി തുടങ്ങിയത് ജാനുവരി സമയത്തായിരുന്നു. അഖിലേട്ടൻ ഓഡിഷന് വിളിക്കുന്നു. ഓഡിഷന് വിളിച്ചു, ഓഡിഷൻ കഴിഞ്ഞു. ഓഗസ്റ്റ് ആയപ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ വീണ്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയി ഇതിൻ്റെ പ്രോസസ്സ്. എന്നിട്ട് ഓഗസ്റ്റ് ആയപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ച റോളായിരുന്നു. അപ്പം അങ്ങനെ അവർ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത കാരണം അവരൊരു ഓഡിഷൻ വീണ്ടും വെച്ചു, വീണ്ടും ചെയ്തു. താങ്ക് യു അഖിൽ, Paul and Anushka for trusting me and giving me Neeraja. വേറെ ഒരു സംഭവം ചെയ്തെന്ന് വെച്ചാൽ ഇവരെന്നെ മുടി മുറിച്ചു. ഒരു സാധനം ഫ്രീ ആയിട്ട് വരത്തില്ല. അപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ മുടി മുറിച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷമായി ഞാനിപ്പം ഷോർട്ട് ഹെയറിലാണ്. That they gave me. Thank you for that experience as well. And it was really wonderful working. ഞാൻ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എന്ന പ്രോജക്റ്റ് കേട്ടപ്പോൾ ആദ്യമേ ബിഗ് സ്കെയിൽ തന്നെയായിരുന്നു ഫോർ മീ. ബിക്കോസ് ടോവിനോ ചേട്ടനുണ്ട്, തൃഷ മാം, വിനയ് സർ, എവരിവൺ, വണ്ടർഫുൽ കാസ്റ്റ്. സോ ഐ വാസ് ലൈക്ക് ജാക്ക്പോട്ട്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ രാജു സാറിനെ ആദ്യം മീറ്റ് ചെയ്യാൻ പോയി. രാജു സാറും എന്നെ വിശ്വസിച്ചു എനിക്ക് നീരജ തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Yeah, it was a really wonderful experience. I really want to mention Archana Kavi. She was there. She was along with me throughout this journey. So we all miss her now. And ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ ഈ പറഞ്ഞ വലിയൊരു ജേർണി ആയിരുന്നു. സോ ഇറ്റ് വാസ് എനിക്ക് എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കിട്ടിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഐഡൻറ്റിറ്റി. സോ that way it is very memorable for me and it was really an amazing experience. And thank you so much. Thank you. January 1st week എല്ലാവരും release ആവും. എല്ലാവരും ഐഡൻറ്റിറ്റി തിയേറ്ററിൽ തന്നെ പോയി കാണണം. And please keep supporting us as you keep supporting us. Thank you. Thank you so much. Nervousness കുറഞ്ഞോ? Yes. എപ്പോഴും എന്തും ഉണ്ടാവും. Nervousness മാറിയെങ്കിൽ can you tell us what was your favorite moment in the set of Identity? Cool ആയിട്ട് nervousness ഇല്ലാതെ if you can think about one favorite memory from the set. I think ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആളായതുകൊണ്ടും ഞാൻ പറഞ്ഞു തന്നെയായിരുന്നു. അപ്പം in a way നമ്മളെപ്പോഴും we were like always running behind, going there. Every day is like particularly ഒന്ന് കോട്ട് ചെയ്യാനായിട്ടില്ല അല്ലേ? എൻ്റെ ക്യാരക്ടർ അങ്ങനെ മെമ്മറബിൾ ആക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പം അങ്ങനെ let's see that in the end. Yeah, hopefully. Yes. Thank you so much. You look very pretty. I should pass the compliment then back to you. So വേദിയിൽ എനിക്ക് ശേഷം എത്തുന്ന